സംസ്ഥാനത്തെ ക്ലാസ് മുറികൾ ഹൈടെക് ആകുമ്പോഴും കായംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സാഹചര്യം മറിച്ചാണ്. ക്ലാസ് മുറികൾ ജീർണിച്ച് തകർന്നു വീഴാറായതോടെ തുറസായ സ്ഥലത്തിരുന്നാണിപ്പോൾ പഠനം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഓഡിറ്റോറിയത്തിൽ, മറ്റു ചിലപ്പോൾ സ്കൂളിലെ തുറസായ സ്ഥലത്ത്. താഴെ വീഴാറായ ക്ലാസ് മുറികളിൽ നിന്ന് പഠനം മാറ്റുക അല്ലാതെ അധ്യാപകർക്കും വേറെ വഴിയില്ല. ക്ലാസ് മുറിയുടെ മേൽക്കൂര കോൺക്രീറ്റ് പാളി ഇളകി വീണതിന് പിന്നാലെ സ്കൂൾ കെട്ടിടം പ്രവർത്തനയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ₹1 കോടി മുടക്കി തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, തൂണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. തൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർക്ക കമ്പികൾ, കോൺക്രീറ്റ് കമ്പികൾ, അത് മണ്ണിൽ നിന്ന് മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് ചുറ്റുകമ്പി വെച്ച് കെട്ടിയിട്ടുള്ളതല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറു വിരൽ അനക്കുവാൻ പോലും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ഇതിന് നേതൃത്വം നൽകുന്ന MLAക്കോ ഭരണാധികാരികൾക്കോ സാധിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ₹1,55,00,000 വിനിയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ പഠന സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.